ഹലോ. ഇന്നലെ ഞാനിട്ട വീഡിയോയ്ക്ക് കുറച്ച് കമൻസ് കണ്ടിരുന്നു എങ്ങനെയാണ് കിടപ്പിലായതെന്ന്. ആ കഥ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പഴനിക്ക് പോയ കുറച്ച് വീഡിയോ ക്ലിപ്സാണ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ഒരു ഏകദേശം സെപ്റ്റംബർ മാസത്തിൽ സാധാരണത്തെ പോലെ രാവിലത്തെ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൽ എൻ്റെ കാലിനൊരു പണി കിട്ടി. ആ പണി കിട്ടിയപ്പോൾ തന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ആ വേദനയും കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എനിക്കൊരു മാസത്തെ പെയിൻ കില്ലർ തന്നു. പെയിൻ കില്ലർ കഴിച്ച് കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ് എന്നുള്ളത്. പിന്നീട് അത് കറക്റ്റ് ഗൈഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതങ്ങനെ കുറേ ഗ്രാജുവലി കൂടി വന്ന് ആകെ പ്രശ്നമായി കാല്. പിന്നെ ഡോക്ടേഴ്സിനൊക്കെ കണ്ടു. എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെ പറഞ്ഞു ഇതിന് ഇനി സൊല്യൂഷൻ സർജറി മാത്രമേ ഉള്ളൂ എന്നുള്ളത്, അല്ലാതെ എണീക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ. അങ്ങനെ എനിക്ക് ആ സമയത്ത് സർജറിനെ കുറിച്ച് ആലോചിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ബിക്കോസ് 2 വർഷത്തോളമുള്ള ഹോസ്പിറ്റലൈസേഷന് ശേഷം എൻ്റെ അമ്മ പോയ ഒരു സമയമായിരുന്നു. അമ്മ പോയതിൻ്റെ ഡിപ്രഷൻ ഒന്ന്, പിന്നെ ഫൈനാൻഷ്യലി കുറച്ച് കാര്യങ്ങളൊക്കെ 2 വർഷത്തോളം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നു. അങ്ങനെ ഇരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ കറക്റ്റായിട്ട് എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാൻ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുമായിരുന്നു. പക്ഷേ അമ്മയും ഉണ്ടായിരുന്നില്ല. എനിക്ക് വേറെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ, മെൻ്റലി സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു അന്താളിപ്പിലാണ് ആ ഒരു 3 വർഷം കടന്നുപോയത്. അതെങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, എങ്ങനെയൊക്കെയോ തള്ളി. അതിനുശേഷം അത് അതിജീവിച്ച് വന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു അസുഖാവസ്ഥ അതിജീവിച്ച് വന്ന ഒരു പേഴ്സണാണ് ഞാൻ. അതിജീവനത്തിൻ്റെ കഥയൊക്കെ രസകരമാണ്. അത് ഇപ്പോൾ രസകരമായിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. അന്നൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കരയുന്ന സമയത്തൊക്കെ ഒരേ ഒരു ചാൻറ്റിങ് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, മൈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന്. ആ ഒരു ചാൻറ്റിങ് ഞാൻ തോന്നുന്നു ഇപ്പം എൻ്റെ ലൈഫ് എനിക്കിങ്ങനെ ബ്യൂട്ടിഫുള്ളാക്കി തന്നത്. അപ്പോൾ സർജറി ഒന്നും ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ മിറാക്കിൾ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു കാര്യം ഞാൻ പിന്നീട് പറയാം കേട്ടോ. പിന്നീടുള്ള വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.